അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ആ മുന്നിൽ കാണുന്ന വണ്ടിയാണ് MGR ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ആലപ്പുഴയിൽ നിന്നും 3:20 പുറപ്പെട്ട് ഏകദേശം ഒരു 7:30 സമയത്ത് പാലക്കാട് വഴി എത്തുന്ന രീതിയിലുള്ള വണ്ടി. 5 വെളുപ്പിന് ചെന്നൈ എത്തുന്ന വണ്ടിയാണ്. ആ വണ്ടി അപ്പോൾ തൃശ്ശൂർ കിടക്കുകയാണ്. അപ്പം ഞാനിന്ന് തിരിച്ച് എറണാകുളത്തോട്ട് പോകുന്നത് നമ്മുടെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണോ, കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് ഞാൻ തിരിച്ച് എറണാകുളത്തോട്ട് പോകുന്നത്. അപ്പോൾ വണ്ടി ലേറ്റാണ്. കാര്യം 6:30 വരേണ്ട വണ്ടി 6:50 6:55 സമയത്ത് അത്ര ലേറ്റാണ്. 20 മിനിറ്റ് എന്തോ ലേറ്റാണ് വണ്ടി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ തിരക്കില്ലാന്ന് വിചാരിച്ച് കയറിയ വണ്ടിയാണ്. ഭയങ്കര തിരക്കാണ്. ഇതൊരു വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വണ്ടി ഫുള്ളാണ് അത്യാവശ്യം. ഇനിയിപ്പോൾ ഒരു ചാലക്കുടിയൊക്കെ എത്തുമ്പോൾ തിരക്ക് കുറയുമെന്ന് വിചാരിക്കാം, അറിയത്തില്ല. പക്ഷേ ഒന്നാമത് ഈ വണ്ടി ലേറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഒരു 8:50 ആകുമ്പോഴേ വണ്ടി എറണാകുളത്ത് എത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടിയുടെ ട്രെയിനിൻ്റെ സ്പീഡ് 76 km/h. ഈ എക്സ്പ്രസ് ട്രെയിനും പാസഞ്ചർ ട്രെയിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പ്രസ് ട്രെയിന് പൈസ കൂടുതലാണ്, പാസഞ്ചറിന് പൈസ കുറവാണ്. പൈസ കുറവുള്ള പാസഞ്ചർ ട്രെയിൻ 100 km/h ഓടുന്നു. പൈസ കൂടുതലുള്ള എക്സ്പ്രസ് ട്രെയിൻ 76 km/h ഓടുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇനിയെങ്കിലും എക്സ്പ്രസ് ട്രെയിൻ സ്പീഡ് കൂട്ടുക, അല്ലെങ്കിൽ കോച്ച് പുതിയത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇരിഞ്ഞാലക്കുട എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഇരിഞ്ഞാലക്കുടയാണ്. അപ്പോൾ 7:19 ഇരിഞ്ഞാലക്കുട എത്തി. അപ്പോൾ വണ്ടി ലേറ്റാണ്. എനിക്ക് 6:50 എന്തോന്ന് തോന്നുന്നു വണ്ടി ഇരിഞ്ഞാലക്കുട എത്തേണ്ടത്. പക്ഷെ ഇപ്പോൾ 7:19 വണ്ടി എത്തി. ലേറ്റാണ് വണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, വണ്ടി ലേറ്റാണ്. പക്ഷേ എറണാകുളം എത്തുമ്പോൾ ഓൺ ടൈമിലെത്തും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. കാര്യം എറണാകുളം ശരിക്കും പറഞ്ഞാൽ ഒരു 8:30 8:15 ആകുമ്പോൾ എത്താം. പക്ഷേ ശരിക്കും ഷെഡ്യൂൾ ടൈം കൊടുത്തിരിക്കുന്നത് 8:50. അപ്പോൾ വണ്ടി ഇപ്പോഴും ഫുള്ള് തന്നെയാണ്. ഞാൻ വിചാരിച്ചത്, ഞാനൊരു ദിവസം ഇതിൽ യാത്ര ചെയ്താൽ വണ്ടി കാലിയായിരുന്നു. അത് അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഞാൻ വണ്ടി കയറിയപ്പോഴാണ് മനസ്സിലായി വണ്ടി ഫുള്ളായിരുന്നു ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആലുവ എത്തിയിരിക്കണം. ആലുവ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കണം. ആലുവ റെയിൽവേ സ്റ്റേഷൻ. വണ്ടി ലേറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ എത്തേണ്ട ടൈം ലേറ്റാണ്. പക്ഷേ എറണാകുളം എത്തുമ്പോൾ ഓൺ ടൈമിലെത്തും. അപ്പോൾ വണ്ടി ആലുവ എത്തി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എറണാകുളം ടൗണ്, അത് കഴിഞ്ഞ് എറണാകുളം ജംഗ്ഷൻ. ഇങ്ങനെയാണ് ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഡീറ്റെയിലോട്ടാണ്. ഈ വണ്ടി രാവിലെ 6 മണിക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് 11:45 കണ്ണൂരെത്തും. തിരിച്ച് ഈ വണ്ടി 2:50 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 8:50 എറണാകുളം എത്തുന്ന രീതിയിലാണ് ഈ വണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വണ്ടി വൈകാൻ കാരണം വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ ടൈമിൽ തന്നെ ഓടുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് 7:17 എറണാകുളം ടൗൺ എത്തും. പക്ഷേ ഈ വണ്ടി ഷൊർണൂർ ആ ഭാഗത്ത് എത്തുമ്പോൾ ഈ വണ്ടിയെ പിടിച്ചിട്ടിട്ട് വന്ദേ ഭാരതിനെ കയറ്റിവിടും. അതുകൊണ്ടാണ് ഈ വണ്ടി അങ്ങനെ ലേറ്റ് ആകുന്നത്. അല്ലെങ്കിൽ ഈ വണ്ടി ഓൺ ടൈമിൽ തന്നെയാണ് ഈ വണ്ടി ഓടുന്നത്. ചില സമയത്ത് മാത്രം ഈ വണ്ടി ലേറ്റ് ആവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എറണാകുളം ടൗൺ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 95% ആളുകൾ എറണാകുളം ടൗണിൽ ഇറങ്ങും. ആകെ കുറച്ച് പേരെന്തോ ഉള്ളൂ എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങുന്നത്. അപ്പോൾ എറണാകുളം ടൗൺ എത്തിയിരിക്കുകയാണ്. ഇനി വണ്ടി കുറച്ച് കഴിയുമ്പോൾ ഈ വണ്ടി പോവും. എറണാകുളം ടൗണിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലോട്ട് പോകും. ഈ വണ്ടി എറണാകുളം ജംഗ്ഷൻ എത്തുമ്പോൾ വണ്ടി ഓൺ ടൈമിൽ തന്നെ എത്തും കേട്ടോ. എത്ര ലേറ്റ് ആയാലും വണ്ടി എറണാകുളം ജംഗ്ഷൻ എത്തുമ്പോൾ വണ്ടി ഓൺ ടൈമിലെത്തും. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ഇത് എറണാകുളം ജംഗ്ഷനിലോട്ട് ഇങ്ങനെ പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓൺ ടൈം തന്നെയാണ്, കാരണം 8:50 എത്തേണ്ടത്. 8:50 ഷെഡ്യൂൾ ടൈം. പക്ഷേ ഇപ്പോൾ 8:34 വണ്ടി എറണാകുളം ജംഗ്ഷനിൽ ഇത് ഇങ്ങനെ പതിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ വണ്ടി ഇപ്പോൾ ഈ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ, കണ്ണൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തോട്ടൊക്കെ വരുന്നവർക്ക് ഈ വണ്ടി ഉപകാരപ്പെടുന്ന വണ്ടിയാണ്. ഒപ്പം ഈ വണ്ടിക്ക് ചെയർക്കാറുണ്ട്, നോൺ AC ചെയർക്കാറുണ്ട്, AC ചെയർക്കാറും ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ പിന്നെ മാക്സിമം ഇതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റാണുള്ളത്, കൂടുതൽ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഇത് 6 മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഒരു 11:45 ആകുമ്പോൾ കണ്ണൂർ എത്തുന്ന രീതിയിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ മാക്സിമം യാത്ര ചെയ്യാൻ പറ്റുന്നവർ യാത്ര ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബൈ.